KGSS ടൈൽസ് വേൾഡ്, പഴയന്നൂർ റോഡ്, മേപ്പാടം, ചേലക്കര. സ്വപ്നതുല്യമായ ഭവനത്തിന് പുതുമയാർന്ന ഡിസൈനുകളുമായി ഇപ്പോൾ മേപ്പാടത്ത് KGSS ടൈൽസ് വേൾഡ്. ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്, സാനിറ്ററി വെയർസ്, ടാപ്പ് ആൻഡ് ഫിറ്റിംഗ്സ്, LED മിറർ ക്യാബിനറ്റ്, ടൈൽസ് പേസ്റ്റ് ആൻഡ് അപ്പോക്സി തുടങ്ങി നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ചുള്ള ഗുണമേന്മയേറിയ ഉൽപ്പന്നങ്ങൾ. KGSS ടൈൽസ് വേൾഡ്, പഴയന്നൂർ റോഡ്, മേപ്പാടം, ചേലക്കര. സെൻസസ് ഡ്യൂട്ടിക്കിടെ തെരുവുനായ ആക്രമണത്തിൽ അധ്യാപികയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. തിരുവല്ലോമല പട്ടിപ്പറമ്പ് MRNMLP സ്കൂളിലെ അധ്യാപിക ആരതിക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. വാക്സിനേഷനും ചികിത്സയും തേടിയിട്ടും ആരോഗ്യനില വഷളായതിനെ തുടർന്ന് കാൽ മുഴുവൻ നീര് വന്ന് നടക്കാനാവാത്ത അവസ്ഥയിലാണിപ്പോൾ അധ്യാപിക. അതേസമയം അധ്യാപികയെ ആക്രമിച്ച തെരുവുനായ അന്നേ ദിവസം തന്നെ 3 പേരെയും പശുക്കളെയും കടിച്ചതായും പിന്നീട് നായ ചത്തതായും പ്രദേശവാസികൾ പറയുന്നു. പ്രദേശത്തെ തെരുവുനായ ശല്യത്തിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും സെൻസസ് ഡ്യൂട്ടിയിൽ നിന്നും അധ്യാപകരെ ഒഴിവാക്കണമെന്നും ആവശ്യം ശക്തമായിരിക്കുകയാണ്. സെൻസസ് ഡ്യൂട്ടിക്കിടെ അധ്യാപികയ്ക്ക് തെരുവുനായയുടെ ക്രൂരമായ ആക്രമണം. അധ്യാപികയുടെ കാൽ നീര് വന്ന് ഗുരുതരാവസ്ഥയിൽ. തിരുവല്ലോമല സെൻസസ് ഡ്യൂട്ടിക്കിടെ അധ്യാപികയ്ക്ക് തെരുവുനായയുടെ കടിയേറ്റ് ഗുരുതരമായി പരിക്കേറ്റു. പട്ടിപ്പറമ്പ് MRNMLP സ്കൂളിലെ അധ്യാപികയായ ആരതിക്കാണ് തെരുവുനായയുടെ ക്രൂരമായ ആക്രമണത്തിൽ പരിക്കേറ്റത്. ദിവസങ്ങൾക്ക് മുൻപ് തിരുവല്ലോമല ഗ്രാമപഞ്ചായത്തിലെ പട്ടിപ്പറമ്പ് അരക്കമല ഉന്നതിയിൽ വെച്ചായിരുന്നു സംഭവം. കടിയേറ്റതിനെ തുടർന്ന് കൃത്യമായ വാക്സിനേഷനും ആന്റിബയോട്ടിക് ചികിത്സകളും തേടിയെങ്കിലും അധ്യാപികയുടെ ആരോഗ്യനില വഷളായിക്കൊണ്ടിരിക്കുകയാണ്. കാൽ മുഴുവൻ നീര് വന്ന് വീർത്ത് നീലനിറമായ അവസ്ഥയിലാണ്. ഒരാളുടെ സഹായമില്ലാതെ നടക്കാൻ പോലും കഴിയാത്ത നിലയിലാണ് നിലവിൽ ടീച്ചറുള്ളത്. സെൻസസ് ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ടാണ് ഞാൻ അരക്കമല ഉന്നതിയിലേക്ക് പോയത്. വൈകുന്നേരം സമയങ്ങളിൽ പോയാൽ മാത്രമാണ് നമ്മുടെ തൊഴിലാളികളായതുകൊണ്ട് അവരെ കാണാനായി സാധിക്കുകയുള്ളൂ. 5 മണി സമയത്ത് പോയി കുറച്ച് വീടുകൾ ഞാൻ സെൻസസ് എടുക്കുകയും അവിടെ രാവിലെ ഒരാൾക്ക് കടിയേൽക്കുകയും ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് തൊട്ടടുത്തുള്ള ചേച്ചി എൻ്റെ കൂടെ സഹായത്തിനായി വരികയും ചെയ്തിരുന്നു. ഒരു വീട്ടിൽ കയറി സെൻസസ് എടുക്കുന്നതിൻ്റെ ഇടയിലാണ് പട്ടി ബാക്കിൽ നിന്ന് വന്ന് കടിച്ചത്. കൂടെ നിന്ന് ആരും കണ്ടിരുന്നില്ല. പട്ടിയുടെ സൗണ്ട് ഒന്നും കേൾക്കാനായി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ ചികിത്സയിൽ ഒരാഴ്ചയായി എനിക്കിത് സംഭവിച്ചിട്ട് ഇപ്പോൾ കാലെല്ലാം നീര് ബാധിച്ച് വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരതി ടീച്ചറെ കടിച്ച അന്നേ ദിവസം തന്നെ ഇതേ തെരുവുനായ പ്രദേശത്തെ 3 ആളുകളെയും പശുക്കളെയും കടിച്ചിരുന്നതായി പ്രദേശവാസികൾ പറയുന്നു. തുടർന്ന് ഈ നായ ചാവുകയും ചെയ്തു. പേപ്പട്ടിയാണോ അധ്യാപികയെ കടിച്ചതെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രതിഷേധം ശക്തം. ഏറ്റവും കൂടുതൽ തെരുവുനായ ശല്യം നേരിടുന്ന പ്രദേശങ്ങളിലൊന്നാണ് തിരുവല്ലോമല ഗ്രാമപഞ്ചായത്ത്. നിരവധി ആളുകൾക്ക് ഇവിടെ നായയുടെ കടിയേൽക്കുകയും ഒട്ടനവധി വളർത്തുമൃഗങ്ങൾ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ജനങ്ങളുടെ ജീവന് ഭീഷണിയായ ഈ വിഷയത്തിൽ തിരുവല്ലോമല ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യാതൊരു നടപടിയും സ്വീകരിക്കാതെ പൂർണ്ണമായും കണ്ണടയ്ക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. സെൻസസ് ഡ്യൂട്ടിയിൽ നിന്നും അധ്യാപകരെ ഒഴിവാക്കണമെന്നും ആവശ്യം ഉയരുന്നുണ്ട്. ഓണപരീക്ഷ അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ അധ്യാപകരെ ഇത്തരം അപകടകരമായ സെൻസസ് ഡ്യൂട്ടികളിൽ നിന്നും അടിയന്തരമായി ഒഴിവാക്കണമെന്ന് വിദ്യാർത്ഥികളും രക്ഷാകർത്താക്കളും പൊതുജനങ്ങളും ഒന്നടങ്കം ആവശ്യപ്പെടുന്നു. തെരുവുനായ ശല്യത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നും പരിക്കേറ്റ അധ്യാപികയ്ക്ക് ആവശ്യമായ സഹായങ്ങൾ ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ട പ്രതിഷേധം ശക്തമാവുകയാണ്. ഹോസ്പിറ്റലുകളിൽ ഡോക്ടേഴ്സ് ഇല്ലാത്തതിനാൽ എനിക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ സന്ദർശിക്കേണ്ടതായി വന്നു. അപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടെന്നും അത് ബാധിച്ചിട്ടുണ്ടെന്നും പറഞ്ഞതുകൊണ്ട് ഇന്ന് അഡ്മിറ്റ് ആവാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നീലക്കളറ് പുറത്ത് വന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അതുകൊണ്ട് തൽക്കാലം അഡ്മിറ്റ് ആവേണ്ട ഒരാഴ്ച കൂടി ആൻറ്റിബയോട്ടിക് കഴിക്കാൻ എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ വിടുകയായിരുന്നു. എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ആദ്യ ദിവസങ്ങളിൽ 2 ആൾ വിളിച്ചിട്ടാണ് എണിച്ചിട്ടുണ്ടായിരുന്നത്. മോളും ഹസ്ബൻഡും അമ്മയും എല്ലാവരുടെയും സഹായത്തിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നുണ്ടായിരുന്നത്. പട്ടിപ്പറമ്പ് സ്കൂളിൽ ഇപ്പോൾ നിലവിൽ 3 അധ്യാപകർ മാത്രമാണ് സ്ഥിരം അധ്യാപകരായിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ലീവ് എടുത്ത് പോകാൻ സാധിക്കാത്തൊരവസ്ഥയാണ്. ചെറിയ കുഞ്ഞുമക്കളെ ഇട്ടിട്ട് നമുക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയായതുകൊണ്ട് വൈകുന്നേരം സ്കൂൾ വിട്ട ശേഷമാണ് നമ്മൾ സെൻസസ് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നുണ്ടായിരുന്നത്.
ഇത് എല്ലാ അധ്യാപകർക്കും ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് അറിയാൻ സാധിക്കുന്നത്. രാത്രിയിലും വൈകുന്നേരങ്ങളിലും എല്ലാം ഇറങ്ങി വീടുകളെല്ലാം കവർ ചെയ്ത് നമുക്ക് 30-ാം തീയതിക്ക് മുന്നിൽ തീർക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. CCV ന്യൂസ് തിരുവല്ലോമല.